അയ്യോ അതേ ചവിട്ടല്ലേ 2 കിലോ ഒക്കെ എടുക്കാം. രാവിലത്തെ ഫസ്റ്റ് വരാൽ ചെറുതായിട്ട് നമ്മുടെ രണ്ടാമത്തെ വരാൽ നമ്മുടെ റെയിൽ സീറ്റിൻ്റെ മുകളിലുണ്ട്. ഒരു 2 കിലോ, ഒരു 1.5 കിലോ മേളിയാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ് മെച്ചാമാരെ. അപ്പം നമ്മൾ മീൻപിടുത്തമൊക്കെ ഇപ്പോൾ ഒന്ന് പകുതി ആയപ്പോഴാണ് നമ്മുടെ ഇൻട്രോ തന്നെ എടുക്കുന്നത്. നമ്മുടെ കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ വന്നത്. ഇതൊരു തോടാണ്. അപ്പോൾ ഈ തോട്ടിലാണ് നമ്മൾ ഇന്ന് ഫുള്ള് കാസ്റ്റിംഗ് നടക്കുന്നത്. കാരണം അങ്ങോട്ട് വലിയ പോകുമ്പം ഒരു ചാലുണ്ട്, പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മൾ അങ്ങനെ അധിക ദൂരം പോകുന്നില്ല. ഈ ഒരു ഏരിയസിലേക്കാണ്. നമുക്ക് ഇപ്പം തന്നെ മീൻ കിട്ടി. അപ്പം വെറുതെ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഫിഷിങ്ങിലോട്ട് കിടക്കാം. എന്തിനാ വാ വരുന്നേ വാ. കിട്ടിയില്ല. ശേ ചെറുതാ. ആദ്യം അടിച്ചത് നല്ലയിടത്തനായിരുന്നു. അതിനെ കിട്ടിയില്ല. ഇത് നമ്മുടെ രാവിലത്തെ ഫസ്റ്റ് വരാൽ ചെറുതാ കേട്ടോ. ചെറുതാണ്, എടുത്തേക്കാം. കുഴപ്പമില്ല. നാടനല്ല, നമ്മളെ വിയറ്റ്നാം. ഒന്നുണ്ട്. ഷോൺ കൊടുക്കും. നമ്മുടെ രണ്ടാമത്തെ വരാൽ വിയറ്റ്നാമാണ് കേട്ടോ. വിയറ്റ്നാം കുഴപ്പമില്ല. ഇച്ചിരി മറ്റേനേക്കാളും വലിയ സൈസാണ് കണ്ടോ. നമ്മുടെ വീണ്ടും കൊമേഡയും കൂടെ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. വിയറ്റ്നാമാണ് കേട്ടോ. അതെ, നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന വിയറ്റ്നാം. കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമ്മളിത് മുന്നോട്ട് നീങ്ങുവാണ്. അവിടേക്ക് ഒന്ന് അടിച്ച് നോക്കാം. അവിടെയൊക്കെ മീൻ നിൽക്കുന്ന അതൊക്കെ. ഇവിടെയൊക്കെ മീൻ വന്നിരിക്കും, ഈ പൊടിമീനെയൊക്കെ വെട്ടാൻ. വലിയ മീന, വലുത്. മാറ് നീ മാറ്. പിടിക്കില്ല, അങ്ങനെ പിടിക്കില്ല. കൈ കൊള്ളും, കയ്യിലടിക്കും. വെയിറ്റ് ചെയ്യും. പോത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ പിടിക്കില്ല. ഞാൻ പിടിച്ചു തരാം. ഞാൻ പിടിക്കാൻ തരാം. വെയിറ്റ്. 2 കിലോ കാണും. അതേ ചവിട്ടല്ലേ? 2 കിലോ ഒക്കെ അടുത്ത് കാണും. ആഹാ, നമ്മുടെ കൊമേഡയിൽ അടിച്ച ചേറും. പിടിച്ചേ, ഇങ്ങനെ പിടിച്ചോ. ഇതേ പിടി. ആ
പേടിയാണോ? അല്ല കയ്യിൽ നിന്ന് പോ. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ റെയിൽ സീറ്റിൻ്റെ മുകളിലുണ്ട് ഒരു 2 കിലോ, ഒരു 1.5 കിലോ മേളി എന്തായാലും ഉണ്ട്. നല്ല സാധനം, തിന്ന് കൊഴുത്ത് കിടക്കുന്നത് 2 കിലോയ്ക്ക് അടുത്തുണ്ട്. പിന്നെ നമ്മുടെ കൊമേഡോ ഒരു. അപ്പം ഞാൻ മോണോലൈനൊന്നും കെട്ടാത്തതുകൊണ്ട്, ഫ്ലോറോകാർബണൊന്നും കെട്ടാത്തതുകൊണ്ട് ബ്രൈഡേലാണ് കെട്ടിയത്. കണ്ടോ, ബ്രൈഡ് വരെ അവൻ അടിച്ച് പൊട്ടിച്ചു. ബ്രൈഡ് നമ്മുടെ കൊമേഡോ, നമ്മുടെ കാസ്കിങ്, നമ്മുടെ ചെയറോൺ റോഡ്, നമ്മുടെ കൊമേഡോ ഫ്രോഗ്. ഇതിലാണ് നമ്മളിപ്പോൾ ചേരാനൊക്കെ കിട്ടിയത്. നമുക്ക് അയ്യോ, ഓ ഗായ്സ്, തേമ്പിപ്പോയി. ഫ്ലോറോ കാർബണും ഇല്ല, സ്നാപ്പ് ലോക്കില്ല, വെറും ബ്രൈഡേ മാത്രം കെട്ടിയതാണ്. ബ്രൈഡ് പിഞ്ചലങ്ങാണ്ടായിരുന്നു. ഫ്രോഗും കൊണ്ട് മീൻ പോയി. അപ്പം നമ്മുടെ ഫ്രോഗും കൊണ്ട് നമ്മുടെ മീൻ പോയി. ഫ്ലോറോ കാർബൺ ഇല്ല, സ്നാപ്പ് ലോക്ക് ഇല്ല, ബ്രൈഡേ മാത്രം കെട്ടിക്കളിച്ചത്. എന്താ ചെയ്യാൻ, നമ്മുടെ കൊമേഡയും കൊണ്ട് അവൻ പോയി. കുഴപ്പമില്ലാത്ത വരാലായിരുന്നു തോന്നുന്നു കേട്ടോ. സ്നാപ്പ് ലോക്കല്ലേ ഞാൻ എടുത്ത് കൈ വെക്കുന്നത്, അത് ഇന്നൊന്നും എടുത്തില്ല. എന്തോ ബ്രൈഡ് കുറേ നാളായി, നമ്മൾ 4th സ്റ്റാൻഡേർഡാണ്, കുറേ മീനകത്ത് പിടിച്ച ബ്രൈഡ് കേട്ടോ. ബ്രൈഡ് ഒരുപാടായതാണ്, ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും. എന്നാലും വലുതിനെ അടിച്ചപ്പം പൊട്ടിപ്പോയില്ല, അതിന് എനിക്ക് വലിയൊരു അഭിമാനമാണ്. നമ്മുടെ 4th സ്റ്റാൻഡേർഡ് ബ്രൈഡ് ചെറിയ ഒരു വരെല്ലാം അങ്ങനെ അടിച്ചപ്പോഴാണ് പൊട്ടിയത്. ഓൾറെഡി കുറച്ച് പിഞ്ചലുണ്ടായിരുന്നു, കാരണം വേറെ നിവർത്തിയില്ല. എനിക്കറിയാം ഓൾറെഡി ബ്രൈഡ് ഇടയ്ക്കങ്ങനെ പൊട്ടുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചു. സാരമില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഫ്രോഗ് എടുത്ത് തൽക്കാലം ബ്രൈഡ് ഇച്ചിരൂടെ നീളത്തിൽ മാറ്റിയിട്ട് ഒന്നുകൂടെ കെട്ടി. ഞാൻ തൽക്കാലം ബ്രൈഡ് കുറച്ച് മാറ്റിയിട്ട് വീണ്ടും കെട്ടിയിട്ടുണ്ട്. നമ്മുടെ പന്നിക്കുട്ടി കെട്ടിയിട്ടുണ്ട് ഞാൻ. സിലോപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ ഓടുന്നത് വരുമ്പോൾ. അപ്പം നമുക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു. നമ്മുടെ ക്യാമറ ഓഫായിപ്പോയി. ചെറുതാണ്, പക്ഷെ നാടനാണ് കേട്ടോ. കാണിക്കുവനെ വനങ്ങോട്ട് ചിരി. ചെറുതാ, പക്ഷെ നാടനാണ് കേട്ടോ. നാടനാ അല്ലയോടാ. ഓക്കെ ഫൈൻ, നമുക്ക് ഇവനെ എടുക്കാം. നല്ല നാടൻ വരാറ് കേട്ടോ. പിഗ്, നമ്മുടെ പന്നിക്കുട്ടിയിലാണ് ആശാൻ അടിച്ചത് കണ്ടോ, പന്നിയിൽ. ഓക്കെ, നാടൻ വരാൽ. അയ്യോ ബ്ലഡ് അയ്യോ, കഴിയട്ടെ. അപ്പോൾ നമ്മളിത് നിർത്തി, നമ്മൾ കയറുവാണ്. നമുക്കിന്നൊരു 4 മീൻ കിട്ടി. 4 5 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ ഫ്രോഗും പൊടിച്ചുകൊണ്ട് പോയി. ഒരു ചെറുമീനും ബാക്കിയെല്ലാം വരാലാണ്. ഒരു നാടൻ വരാലും 2 വിയറ്റ്നാം, ടോട്ടൽ 4 മീനാണ് നമുക്കിന്ന് കിട്ടിയത്. നമ്മുടെ കൊമേഡോടെ നമ്മൾ പിഗ് വിട്ടു, പിന്നെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്തും കിട്ടിയായിരുന്നു. അതിനകത്താണ് നമുക്ക് ചെറുമീൻ കിട്ടിയത്. അത് നമ്മുടെ ഒരു വരാൽ പൊടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ബ്രൈഡിൻ്റെ ഇഷ്യൂ ആയിരുന്നു, സാരമില്ല, പോയി. അപ്പം ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞു. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ഡേ നല്ലൊരു ഫിഷിങ് വീഡിയോ കാണുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേഴ്സ് ഫ്രണ്ട്സുമാർക്കും ടാറ്റാ.